അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഫിഖ്ഹിന്റെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പത്തിലുള്ള ഒരു പരീക്ഷയായിരുന്നു. യഥാർത്ഥത്തിൽ 50 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഒന്നാമത്തെ ചോദ്യം ശരി അടയാളപ്പെടുത്താം. താഴെ ഉത്തരങ്ങളുണ്ട്. ശരിയായ ഉത്തരത്തിന് നേരെ ശരി അടയാളം കൊടുത്താൽ മതി. ഒന്നാമത്തെ ചോദ്യം, പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം സ്വർണമോതിരം, വെള്ളിമാല, ഒരു വെള്ളി മോതിരം. ഏതാണ് ശരി? അവസാനത്തെ ഓപ്ഷൻ, ഒരു വെള്ളി മോതിരമാണ് പുരുഷന് അണിയൽ സുന്നത്തായത്. രണ്ടാമത്തത്, ഖിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മസ്ജിദുൻ നബവിയാണോ, ബൈത്തുൽ മുഖദ്ദസ്, കഅബ? ഏതാണ്? പരിശുദ്ധമായ കഅബയാണ്. മൂന്നാമത്തത്, ജംഉം കസറും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം. നിസ്കാരം ജമ്മും കസറുമാക്കാൻ അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം എത്രയാണ്? 50 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 133 കിലോമീറ്റർ. ഏതാണ്? 133 കിലോമീറ്റർ. നാലാമത്തത്, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോഴാണ്? ളുഹറിന് ശേഷം, സുബഹിക്ക് ശേഷം, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം. അവസാനത്തെ ഓപ്ഷൻ, രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം. ഇനി അഞ്ചാമത്തത്, തറാവീഹ് നിസ്കാരം എത്ര റക്അത്താണ്? 10, 20, 11. ഏതാണ്? 20 റക്അത്ത്. രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി ആറാമത്തത്, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നിസ്കാരത്തിൽ വല്ല അപാകതകളും സംഭവിച്ചാൽ അത് പരിഹരിക്കാനായി ചെയ്യുന്നതാണ് സഹ്വിന്റെ സുജൂദ്. അത് എപ്പോഴാണ് ചെയ്യേണ്ടത്? സലാമിന്റെ അല്പം മുമ്പ്, സലാമിന് ശേഷം, അത്തഹിയാത്തിന് മുമ്പ്. എപ്പോഴാണ്? ഒന്നാമത്തെ ഓപ്ഷൻ, സലാമിന്റെ അല്പം മുമ്പ്. ഇനി രണ്ടാമത്തത്, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ ശരിയായ ഉത്തരമുണ്ട്. നമ്മൾ യോജിച്ചത് എടുത്ത് എഴുതിയാൽ മതി. എന്തെല്ലാമാണ് ഓപ്ഷൻസുകൾ? സുന്നത്ത്, ജമാഅത്ത്, കുനൂത്ത്, ഖസർ, ഖിബലക്ക് മുന്നിടൽ, അഫ്ളൽ. ഒന്നാമത്തെ ചോദ്യം, പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. അവസാനത്തെ ഓപ്ഷൻ, ഏറ്റവും ശ്രേഷ്ഠമായത് വില കൂടിയ വസ്ത്രമാണ്. രണ്ടാമത്തത്, സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. ഒന്നാമത്തെ ഓപ്ഷൻ, സുന്നത്ത്. മൂന്നാമത്തത്, നിസ്കാരത്തിന്റെ ഷർത്താണ് ഖിബലക്ക് മുന്നിടൽ. 4, തറാവീഹ് നിസ്കാരത്തിൽ സുന്നത്താണ് എന്ത്? ജമാഅത്ത് സുന്നത്താണ്. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. അപ്പോൾ ജമാഅത്ത് സുന്നത്താണ്. ഇനി അഞ്ചാമത്തത്, 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കൽ. അതിനാണ് എന്ത് പറയുക? ഖസ്ർ എന്ന് പറയുക. ആറാമത്തത്, റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ സുന്നത്താണ് എന്ത്? ഖുനൂത്ത് സുന്നത്താണ്. ഇനി അടുത്തത്, ആശയം എഴുതാം. അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ് എന്ന അർത്ഥം അവിടെ എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അടുത്തത്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അതൻ സിവൽ വിത്രി. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഇങ്ങനെ ഈ ഹദീസുകളുടെ അർത്ഥമാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത്, ഉത്തരം എഴുതാം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് എങ്ങനെ മുന്നിടണം? മുഖവും ഉള്ളൻകാലും, ഇത് രണ്ടും കൊണ്ടുമാണ് മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആൾ കിബിലയിലേക്ക് മുന്നിടേണ്ടത്. മുഖവും അതുപോലെ ഉള്ളൻകാലുകളും. അപ്പോൾ മുഖം കിബിലയിലേക്ക് തിരിയണമെങ്കിൽ തലയണ പോലത്തത് വെക്കണം. അങ്ങനെ മുഖവും ഉള്ളൻകാലുകളെ കൊണ്ടുമാണ് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലയിലേക്ക് മുന്നിടേണ്ടത്. രണ്ടാമത്തത്, സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ 1 എഴുതിയാൽ മതി. നമ്മൾ പറഞ്ഞു, നിസ്കാരത്തിൽ വല്ല അപാകതകളും സംഭവിച്ചാൽ അതിന് പരിഹാരമായി ചെയ്യുന്നതാണ് സഹ്വിന്റെ സുജൂദ്. ആ സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ ഏതെങ്കിലും 1 എഴുതിയാൽ മതി. അബ്ആദ് സുന്നത്ത്, മറന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. അബ്ആദ് സുന്നത്ത് ഏതെല്ലാമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ അബ്ആദ് സുന്നത്തിൽ ഏതെങ്കിലും 1 മറന്നോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒക്കെ ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഇനി മൂന്നാമത്തത്, ജംഉ തഅഖീറിന്റെ നിബന്ധനകൾ എന്താണ് ജംഉ തഅഖീർ എന്ന് പറഞ്ഞാൽ, എന്താണ് ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ജംഉ തഅഖീർ എന്ന് പറഞ്ഞാൽ ളുഹറിനെ അസറിലേക്ക് ബന്ധിച്ച് ജമ്മാക്കി നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്രിബിനെ ഇശായിലേക്ക് ബന്ധിച്ച് ജമ്മാക്കി നിസ്കരിക്കുക. ഇതിനാണ് ജംഉ തഅഖീർ എന്ന് പറയുന്നത്. ആ ജംഉ തഅഖീറിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്?
ആദ്യ നിസ്കാരം കൊണ്ട് തുടങ്ങുക, ആദ്യ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതുക, അധികം ഇടവേളയില്ലാതെ രണ്ടും തുടരെയായി നിസ്കരിക്കുക, രണ്ടാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിലാവുക. ഇതെല്ലാം ജമ്മു തഅഖീറിന്റെ നിബന്ധനകളാണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് വിധികൾ എഴുതാം, ഹുക്മുകൾ എഴുതുകയാണ് വേണ്ടത്. നെയ്തതിന് ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ, അതിന്റെ ഹുക്മ് എന്താണ്? കറാഹത്താണ്. രണ്ടാമത്തത് സ്വലാത്തുൽ വിത്ർ, പതിവായി ഒരു റക്അത്ത് നിസ്കരിക്കൽ, അതും കറാഹത്താണ്. 3, ഇമാം സഹവിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമ് ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. 4, പുരുഷൻ കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചി ഇടൽ, അത് ഹറാമാണ്. ഇനി വ്യക്തമാക്കാം, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് എങ്ങനെയാണ്? നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് സ്ത്രീയുടെ ഔറത്ത്. 2, സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കേണ്ടവർ ആരാണ്? സാധ്യമായ ദിശയിലേക്ക് ആരാണ് തിരിഞ്ഞു നിസ്കരിക്കേണ്ടവർ? രോഗം പോലെയുള്ള കാരണത്താൽ ഖിബ്ലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കണം. ഇനി അടുത്തത് ജംഉ തഖ്ദീം. എന്താണ് ജംഉ തഖ്ദീം എന്ന് പറഞ്ഞാൽ? അസർ ളുഹറിന്റെയും ഇശാ മഗ്രിബിന്റെയും സമയത്തിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുക, മുന്തിച്ച് നിസ്കരിക്കുക. ഇതിനാണ് ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. അവസാനത്തത് തറാവീഹ് എന്ന പേര് ലഭിക്കാൻ കാരണം എന്താണ്? എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തറാവീഹ്, അതുകൊണ്ടാണ് ആ പേര് ലഭിച്ചത്. ഇതാണ് ഇന്ന് 6ാം ക്ലാസ്സിൽ വന്ന ഫിഖിഹിന്റെ ചോദ്യപേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.